ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. നമ്മളിന്ന് എക്കോ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഈവനിങ് ഷോ സിനിപോളിസ് MOTയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ നല്ല റിപ്പോർട്ട്സാണ് വരുന്നത്, നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ചിത്രമാണ് എക്കോ. ദിഞ്ചിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ബാഹുൽ രമേശാണ് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, സിനിമാറ്റോഗ്രഫി എല്ലാം ചെയ്തിരിക്കുന്നത്. കിഷ്കിന്ധകാന്തം മൂവിയുടെ സക്സസ്ഫുള്ളിന് ശേഷം അവർ രണ്ടുപേരും റീയുണൈറ്റ് ചെയ്യുന്ന ഫിലിം കൂടിയാണ് എക്കോ. ആരാധ്യ സ്റ്റുഡിയോസിന്റെ ബാനറിൽ MK ജയറാമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമയുടെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദാണ്. ഉള്ളത് പറയാല ഗൈസ്, ഹെമ്മേ ഒരു രക്ഷയില്ലാത്ത പടം, സത്യം ഒരു രക്ഷയില്ലാത്ത പടം. ഇതിൽ മെയിൻ കാസ്റ്റിലായിട്ടുള്ളത് സന്ദീപ് പ്രദീപ് ഉണ്ട്, പിന്നെ ഉള്ളത് നരേനുണ്ട്, വിനീതുണ്ട്, സൗരഭുണ്ട്, പിന്നെ വേറെ 2-3 ആർട്ടിസ്റ്റുകളും ഉണ്ട്. പിയാനോ മൊമിൻ എന്നൊക്കെയാണ് പേര്. മലാത്തി ഒരു ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന. ആൻഡ് ബാക്കി ഞാൻ പറഞ്ഞുതരാം ഗൈസ്. സിനിമയിലൊരു കിഡിലൻ ഡയലോഗ് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ആർ സെയിം. എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചെടുത്താൽ മതി. പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷൻസും സെയിം ആണ് ചില സമയങ്ങളിൽ. അത് കറക്റ്റാണ്. അതായത് ഓവർ ഫ്രീഡവും ഓവർ കെയർ, അല്ലെങ്കിൽ വിടാതിരിക്കുക എന്നുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ അത് കറക്റ്റാണ്. സംടൈംസ് സെയിം ആണ്. രണ്ടിനും രണ്ടർത്ഥമാണ്, പക്ഷേ ചില സമയങ്ങളിൽ അത് സെയിം ആണ് എന്ന് അത് പറയുന്നുണ്ട് സിനിമയിൽ. സിനിമ സ്റ്റിൽ ഹോണ്ടിങ് ആണ്. എനിക്ക് സത്യം പറയാമല്ലോ, കിട്ടിലം പടം, ഇജാതി പടം. സിനിമാറ്റോഗ്രഫിയൊക്കെ വേറെ ലെവല്. അത് സത്യം ഒരു കണ്ണിനൊരു ഫ്രഷ്നെസ് ആണ്. കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. ആ ഗ്രീനറി, ആ ആകാശം, ആ കായല്, ആ വെള്ളച്ചാട്ടം, അതെല്ലാം നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ കിഡിലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആൻഡ് സന്ദീപിൻ്റെ ആക്ടിങ്, സന്ദീപൊക്കെ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് പടക്കളത്തിൽ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും ഇതിൽ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ ഇജാതി, ഒരു ലാഗില്ല. ആൻഡ് പക്കാ ഡീറ്റെയിലിങ്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യങ്ങൾ പോലും ആ ഒരു പക്കാ ഡീറ്റെയിലിംഗ് ആണ്. അതായത് ഇവ എന്തിനാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഇതെന്തിനാണ്, എല്ലാം മിസ്റ്റീരിയസ് ആണ്. എല്ലാത്തിനും നമുക്ക് ഒരു പുറത്തൊരു ആൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പുറത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ആണത്. കിട്ടില്ല റൈറ്റിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരുടെ ഒരു ഡുവോ, ദിഞ്ചിത്ത് അയ്യത്താനും ബാൽ രമേശും തമ്മിലുള്ളൊരു ഡുവോ മലയാള സിനിമയ്ക്ക് കിട്ടിയ പുതിയൊരു അഡാർ ഐറ്റമാണ് അവർ രണ്ടുപേരും. അവർക്ക് ഇനിയും നല്ലൊരു സിനിമകളിൽ വരട്ടെ. അവരുടെ റൈറ്റിങ് അത് പക്കാ ഡീറ്റെയിലിങ്ങും. ആ പട്ടി ഒരു സംഭവം തന്നെ പടത്തിൽ. ആ പട്ടിയെ വെച്ച് അവർ ക്യാരി ചെയ്യുന്ന ആ സീൻസ്, റോള്, അങ്ങനെ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നരേൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെ വരുന്നുണ്ട്. സൂപ്പറായിട്ട് ഒരു ഇടയ്ക്ക് ചുമ്മാ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് ഭയങ്കര എന്താ പറയുക, ഒരു ആംഗ്രി ആയിട്ട് ദേഷ്യത്തിലേക്ക് അടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. പിന്നെ വിനീത് വേറെ ആ വിനീതിന്റെ ഒരു ഓറ ഉണ്ടല്ലോ, ഒരു നല്ലൊരു സൗണ്ട്. ആ സൗണ്ടിലൊക്കെ ആയിട്ട് നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് മലാത്തി ചേച്ചി എന്നൊരു ചേച്ചിയുണ്ട്. അതായത് മെയിൻ ക്യാരക്ടറിന്റെ വൈഫ് റോളിലായിട്ടൊക്കെ വരുന്ന, ആ വൈഫല്ല, അങ്ങനെയാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു റോളാണ്. ആ ചേച്ചിയുടെ ചെയ്യുന്ന സീനെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. മലേഷ്യൻ ചേച്ചി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അവരുടെ ആ പ്രസൻസ് നിങ്ങൾക്ക് ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാവും അവരാരായിരുന്നെന്ന്. അതായത് ഒരു എന്താ പറയുക, ഒരു തിരിച്ചടി എന്ന് വേണം പറയാൻ. ആൻഡ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറാണ് സൗരഭ്. അതായത് നിങ്ങൾ അനിമൽ സിനിമയിൽ ബോബി ഡിയോളിന്റെ കൂടെ ഒരു ചേട്ടനോ അനിയനോ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ടാവും, ഒരു മുടി വളർത്തി. അനിമൽ സിനിമയിൽ രൺബീർ കപൂറിന്റെ ബോബി ഡിയോൾ, അതായത് വില്ലൻ. ആ ഒരു പാട്ടുണ്ടല്ലോ, വൈറൽ പാട്ട്. ആ പാട്ടിന് വില്ലന്റെ ഒരു വൈറൽ പാട്ടുണ്ടല്ലോ അനിമലിൽ. ആ പാട്ടിന് ശേഷം ആ പാട്ടിൽ വില്ലന്റെ കൂടെ ഉള്ള ഒരാളാണ് സൗരഭ്. ആ പുള്ളിക്കാരനാണ് ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ടൊക്കെ വരുന്നത്. ആ പുള്ളിക്ക് ഇത്രയും ഡെപ്തും അല്ലെങ്കിൽ ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടർ ഈ ഇടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് അങ്ങേര്. അതായത് ഒരു ഡോക്ടറാണ്, മനുഷ്യനേക്കാളും പട്ടികളെ സ്നേഹിക്കുന്ന ഒരാൾ. കിട്ടിലം പടം,
എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സന്ദീപ്, വിനീത്, നരൈൻ, സൗരഭ്, മറ്റേ മലാത്തി ചേച്ചി, ആൻഡ് എടുത്തു പറയേണ്ട മ്യൂസിക് മുജീബ് മജീദ് ആ സിനിമയോടെ എങ്ങനെ പോകുന്നു. അതായത് ആ മ്യൂസിക് ആ സിനിമയുടെ കൂടെ ചൊരിഞ്ഞു പോകും. കിട്ടില്ല മ്യൂസിക്. പുള്ളി തന്നെയാണ് കളങ്കാവല് സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. നിങ്ങൾ ഈ സിനിമ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ഓൺലി. കിട്ടില്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. എന്നാ പടവട ഞാൻ ഇപ്പൊ കണ്ട വീട്ടിൽ പോവാതെ മാളിലിരുന്നാണ് ഇതിന്റെ റിവ്യൂ ഇടുന്നത്. എനിക്ക് അത്രയും പെട്ടെന്ന് നിങ്ങളതിൽ അത് പറയാൻ ഉണ്ടായിരുന്നു. അമ്മാതിരി പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് ക്ലൈമാക്സ് എന്ത് സാധനോടാ, ഈ സാധനം അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. ആൻഡ് അത് അവർ സന്ദീപിന്റെ സ്റ്റെൻഡൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കിട്ടില്ല സ്റ്റെൻഡുകളാണ്. ആൻഡ് ഇപ്പം ഞാൻ റിവ്യൂ എടുക്കുമ്പോഴും ആൾക്കാർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്, എന്ത്രായോ ചെയ്യണം, എന്ത്രാ സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇവിടെ വെച്ച് തന്നെ പറയണോ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. കിട്ടില്ലം പടം മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. സന്ദീപൊക്കെ ഇമാതിരി സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ സാധനം. നിങ്ങൾ പടം മുഴുവൻ മിസ്റ്റീരിയസ് ആണ്, തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ. എത്ര അടുത്ത് ഇവൻ ആര് എന്നൊരു ഡൗട്ട് നമുക്ക് തന്നോണ്ടേയിരിക്കും. മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ മിസ്റ്ററി ത്രില്ലറുടെ സാധനം. അങ്ങനെ ഡൗട്ട് തരും, ഇവ എന്തിനിവിടെ വന്ന്, ഇവ ഇങ്ങനെ എന്തിനു ഡൗട്ട് തന്നോണ്ടേയിരിക്കും. കിട്ടില്ല പടം കാഴ്ച. നിങ്ങൾ മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. നല്ല പടം. ഞാൻ എന്തായാലും വീണ്ടും പോകാൻ ഇരിക്കുകയാണ്. കിട്ടില്ല പടം. ഞാൻ തിയേറ്ററിൽ അത്യാവശ്യം ആളും ഉണ്ടായിരുന്നു, നല്ല ക്ലാപ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സൂപ്പർ പടം. സന്ദീപ് എല്ലാവരും നന്നായിട്ട്. മുജീബിന്റെ മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ല. ദിഞ്ചി തയ്യത്താൻ ഡയറക്ഷനൊക്കെ അമ്പോ പൊളി സായന. ആൻഡ് ബാൽ രമേശ് എന്നാ സിനിമാറ്റോഗ്രഫിയുടെ ഒരു രക്ഷയില്ല. ആൻഡ് ഡയലോഗ്സ് എല്ലാം ഡീറ്റെയിലിംഗ് ആണ്. നമ്മളിങ്ങനെ ആലോചിക്കുക, അവൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞ എന്തിനാ അതാണ്. പിന്നെ ഒരു കേവിൽ ഒളിച്ചിരിക്കും എന്നൊരു കാര്യങ്ങളൊക്കെ പറയും. ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ എന്നൊക്കെ, ആരെങ്കിലും സംരക്ഷിക്കുമോ, ഇത്രയും നാൾ ഇരിക്കുമോ, ആരെങ്കിലും ഇറങ്ങാൻ വിടുവോ ഇല്ലയോ എന്നൊക്കെ. അതൊക്കെ ഭയങ്കര ഹോണ്ടിങ് ആണ്. അതൊക്കെ ഒരു ഡൊമിനൻസ് ആണ് അവിടെ കാണിക്കണം. കിട്ടില്ല. നിങ്ങൾ കണ്ട പടം മനസ്സിലാവും, ഇഷ്ടപ്പെടുകയും ചെയ്യും ഗൈസ്. അപ്പൊ ഇതുവരെ ഞാനിപ്പം തന്നെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തോ. ഇനിയും വീഡിയോസായിട്ട് ഞാൻ വരാം. ബൈ ബൈ ഗൈസ്, ലവ് യു ഉമ്മ.